നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സമഗ്ര നവീകരണത്തിനൊരുങ്ങി ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ. സ്ഥല സൗകര്യമുള്ളതിനാൽ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനാക്കി ചാലിശ്ശേരി സ്റ്റേഷനെ ഉയർത്തുമെന്ന് VT ബൽറാം MLA അറിയിച്ചു. നവീകരണ പ്രവർത്തനങ്ങളുടെ പ്രാഥമിക ഘട്ട പരിശോധനകൾക്കും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനുമായി VT ബൽറാം MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പോലീസ് സ്റ്റേഷനിൽ സന്ദർശനം നടത്തി. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് നിയമസഭയിൽ VT ബൽറാം ആവശ്യമുന്നയിച്ചിരുന്നു. MLAയുടെ നിർദ്ദേശം പരിഗണിക്കാമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടിയും നൽകി. ഇതിനെ തുടർന്നാണ് സ്റ്റേഷൻ നവീകരണത്തിന് വഴിയൊരുങ്ങിയത്. കേരള പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനായിരിക്കും നിർമ്മാണ ചുമതല. ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥല സൗകര്യമുള്ള ഒരു പോലീസ് സ്റ്റേഷൻ എന്ന നിലയിൽ ജില്ലാ തലത്തിലെ തന്നെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഫെസിലിറ്റീസ് കൂടി ഇവിടെ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ ഒരു സമഗ്രമായിട്ടുള്ള നവീകരണം നമ്മൾ ഉദ്ദേശിക്കുന്നു. അതോടൊപ്പം സ്പോർട്സ് അടക്കമുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ള ആളുകളാണ് പോലീസുകാർ, നമുക്കറിയാം. അതിനുള്ള സൗകര്യമടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള മാസ്റ്റർ പ്ലാനാണ് നമ്മൾ തയ്യാറാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെയും പ്രിയപ്പെട്ട എന്റെ മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെയും പൂർണ്ണമായിട്ടുള്ള പിന്തുണ നമുക്കുണ്ട് എന്നുള്ളതുകൊണ്ട് അതിന് ഫണ്ട് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ ആ നിലയിൽ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനെ ഒരു ജില്ലയിലെ അല്ല, ഒരുപക്ഷെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായിരുന്ന ഒരു മാതൃകാ പോലീസ് സ്റ്റേഷനാക്കി മാറ്റുക എന്നുള്ള വലിയ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ നടപടിക്രമങ്ങൾ ഇന്നോട്ട് നമ്മൾ ആരംഭിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കരുതെന്നാവശ്യപ്പെട്ട് പട്ടാമ്പിയിൽ മതേതര വിദ്യാഭ്യാസ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുൻമന്ത്രിയും MLAയുമായ P പ്രസാദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. CPIയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പിയിൽ PM ശ്രീ നടപ്പിലാക്കുന്നതിനെതിരെ മതേതര വിദ്യാഭ്യാസ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. മേലെ പട്ടാമ്പി കാർഷിക വികസന മേഖലയിൽ സംഘടിപ്പിച്ച മതേതര വിദ്യാഭ്യാസ കൺവെൻഷൻ CPI ദേശീയ കൗൺസിൽ അംഗവും മുൻമന്ത്രിയും MLAയുമായ P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെയായിരുന്നു കൺവെൻഷൻ ഒരുക്കിയത്. അധികാരരംഗത്തിരിക്കുന്നു എന്തിനാണ് പെട്ടെന്ന് വർത്തമാനത്തിലെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഭരണകർത്താക്കൾക്ക് അവരുടെ താല്പര്യങ്ങളെ സേവിക്കാൻ ഉപകരിക്കുന്ന തരത്തിലുള്ള ആളുകളെ അനിവാര്യം വരും. അതിനനുസരിച്ചുള്ള അറിവുകളും കഴിവുകളും ഉള്ളവരെ അനിവാര്യമായി വരും. നമുക്ക് കാര്യം ചെയ്യാൻ ആരെ കൊണ്ടൊക്കും അവരെ കൊണ്ടത് പറയാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും, അത് എഴുതാൻ പറ്റും, കണക്ക് കൂട്ടാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് കണക്ക് എല്ലാം കൂട്ടി ഒരു കാര്യം ഏൽപ്പിക്കാൻ ഒരാളിനെ ഏൽപ്പിക്കണം. അപ്പോൾ ആരെ കൊണ്ടൊക്കും കണക്ക് നല്ലോണം അറിയാവുന്ന ആളാണ്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പ്രാവീണ്യമുള്ളതാണ്, അയാളെ ഏൽപ്പിക്കാം എന്ന് പറയും. നമുക്ക് അവിടെ ഒരു കഴിവാണ് നമ്മൾ എടുക്കുന്നില്ല. നിങ്ങൾക്കൊരു കാര്യം ഒന്ന് മലയാളത്തിലേക്ക് ആക്കണം എന്ന് വിചാരിക്കുക. ഇംഗ്ലീഷിൽ മോഹസിനെ കൊടുത്താൽ മോഹസിൻ JNU പഠിച്ചതാണ്. മോഹസിന് കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആളുകളെ അനിവാര്യമായിട്ട് വരും. ഈ അനിവാര്യമായിട്ട് വരുന്ന ആൾക്കാരെ എങ്ങനെയാണ് എടുക്കുക? ഇന്നാരെ എടുക്കാം എന്നല്ല നമ്മൾ തീരുമാനിക്കുന്നത്. ഇന്ന വാർഡിലുള്ള ആൾക്കാരെ എടുക്കാം നമ്മൾ തീരുമാനിക്കില്ല. നമുക്ക് ആവശ്യമായ ആൾക്കാരെ ഈ അറിവും കഴിവും മൂല്യങ്ങളുമെല്ലാം ഈ തരത്തിൽ കിട്ടുമ്പോഴാണ്. ഈ അറിവ് മാത്രം മതിയാവുകയില്ല, കഴിവ് മാത്രം മതിയാവുകയില്ല, മൂല്യങ്ങളും കൂടി ഒരു കാര്യമാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അത് വേണം. അങ്ങനെയുള്ള അവസരത്തിൽ നമ്മുടെ ഭരണകർത്താക്കൾക്ക് അവരെ സേവിക്കാൻ, അവരുടെ താല്പര്യങ്ങളെ സേവിക്കാൻ പാകത്തിൽ സംവിധാനം ചെയ്യപ്പെടും വിദ്യാഭ്യാസം എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. OK സേതരവി അധ്യക്ഷനായിരുന്നു. CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്, മുഹമ്മദ് മോഹസിൻ MLA, കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി A പ്രഭാവതി, CPI ജില്ലാ കമ്മിറ്റി അംഗം K പരമേശ്വരൻ, മണ്ഡലം സെക്രട്ടറി MN കരുണാകരൻ, P വിജയകുമാർ, ET ആയിദ്രോസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയെ നാടെങ്ങും അനുസ്മരിച്ചു. പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ നടന്ന അനുസ്മരണ സമ്മേളനം നഗരസഭാ ചെയർമാൻ TP ഷാജി ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയെയാണ് പട്ടാമ്പിയിൽ അനുസ്മരിച്ചത്. പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ നടന്ന അനുസ്മരണ സമ്മേളനം പട്ടാമ്പി നഗരസഭാ ചെയർമാൻ TP ഷാജി ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ നഷ്ടം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ നഷ്ടമല്ല, മറിച്ച് ഒരു കാലഘട്ടത്തിന്റെ നഷ്ടം. അദ്ദേഹത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഏറ്റവും സാധാരണക്കാരനെ ചേർത്ത് പിടിച്ച സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. നേരത്തെ ഉമ്മർ
സൂചിപ്പിച്ചതുപോലെ ജനസമ്പർക്ക പരിപാടിയിലൂടെ കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് ഇതുപോലെ നേരിൽ കാണാനും അവരുടെ പ്രയാസങ്ങൾ കേൾക്കാനും ആ പ്രയാസത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനും അദ്ദേഹത്തിന് സാധിച്ചു. ജനസമ്പർക്ക പരിപാടികൾക്ക് ഞങ്ങളെല്ലാവരും പങ്കെടുത്ത ആളുകളാണ്. അദ്ദേഹം രാവിലെ 8 മണിക്ക് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അർദ്ധരാത്രി വരെ ഭക്ഷണം പോലും കഴിക്കാതെയാണ് അദ്ദേഹം ഓരോ ജനസമ്പർക്ക പരിപാടികൾ പൂർത്തീകരിച്ചത്. അപ്പൊ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർക്ക് നേരിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ നേരിട്ട് കണ്ട മുഖ്യമന്ത്രി, നേരിട്ട് സംസാരിച്ച മുഖ്യമന്ത്രി പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി തന്നെയാണ്. സമാനതകളില്ലാത്ത പ്രവർത്തനമായിരുന്നു. ഉമ്മർ കിഴായൂർ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ കെ.ആർ. നാരായണസ്വാമി, സി. സംഗീത, ജിതേഷ് മോഴിക്കുന്നം, കെ. ബഷീർ, എ.കെ. അക്ബർ, കെ.ബി. അനിത, കെ. കുട്ടിയാഹു, കെ. മാളുക്കുട്ടി, രഞ്ജു സിബി, എം.കെ. മുജീബ്, സുനിത, ആമിനക്കുട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തണ്ണീർക്കോട് കൂനമൂച്ചയിൽ പ്രവർത്തിച്ചു വരുന്ന മമ്പുറം തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വിപുലീകരിച്ച പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.ആർ. കുഞ്ഞുണ്ണി നിർവഹിച്ചു. കഴിഞ്ഞ 9 വർഷക്കാലമായി ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ നിറസാന്നിധ്യമായി പ്രവർത്തിച്ചു വരുന്ന മമ്പുറം തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്നും ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ സാധ്യമാകുന്ന സഹായങ്ങൾ ചെയ്യാമെന്നും പി.ആർ. കുഞ്ഞുണ്ണി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ട്രസ്റ്റ് പ്രസിഡന്റ് പി.വി. മുസ്തഫ അധ്യക്ഷത വഹിച്ചു. കപ്പൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രശാന്ത് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് മെമ്പർ മൻസൂർ കപ്പൂർ, ട്രസ്റ്റ് ചെയർമാൻ ഹാജി ടി.പി.എം.കെ. മൗലവി, സെക്രട്ടറി താഹിർ കൂനമൂച്ചി, കൺവീനർ അഷ്റഫ് പള്ളത്ത്, ട്രഷറർ സി.പി. ഷൗക്കത്ത് എന്നിവർ സംസാരിച്ചു. പട്ടാമ്പിയിൽ ട്രാഫിക് ചലാൻ കേസുകൾ പരിഹരിക്കുന്നതിനായി അദാലത്ത് സംഘടിപ്പിച്ചു. നിരവധി കേസുകൾ അദാലത്തിൽ പരിഹരിച്ചു. പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു അദാലത്ത് ഒരുക്കിയത്. ഷൊർണൂർ സബ് ഡിവിഷൻ പരിധിയിലുള്ള മോട്ടോർ വാഹന ഉടമകൾക്കായാണ് ചലാൻ അദാലത്ത് സംഘടിപ്പിച്ചത്. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിലെ MVD ഹാളിൽ വെച്ചായിരുന്നു അദാലത്ത് ഒരുക്കിയത്. ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള അദാലത്തുകൾ നടത്തിവരുന്നത്. പൊതുജനങ്ങൾക്ക് തങ്ങളുടെ പേരിൽ പെൻഡിംഗ് ആയിട്ടുള്ള ട്രാഫിക് ചലാൻ കേസുകൾ വേഗത്തിലും എളുപ്പത്തിലും ഈ അദാലത്തിലൂടെ തീർപ്പാക്കുവാനുള്ള സൗകര്യമാണ് ഒരുക്കിയത്. പട്ടാമ്പിയിൽ നടന്ന അദാലത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ഇത്തരത്തിലുള്ള കേസുകൾക്ക് അദാലത്തിലൂടെ പരിഹാരം കാണുകയും ചെയ്തു. സമൂഹത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്തിയ പരിഗണന നൽകിയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് മുൻ MLA CP മുഹമ്മദ് പറഞ്ഞു. കൊപ്പത്തും വിളയൂരിലും നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊപ്പം പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചത്. മുൻ MLA CP മുഹമ്മദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മുന്തിയ പരിഗണന നൽകിയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് അനുസ്മരണ പ്രഭാഷണത്തിൽ CP മുഹമ്മദ് സൂചിപ്പിച്ചു. പൊതുരംഗത്ത് വിട്ടുപോയപ്പോഴാണ് ആ ശൂന്യത എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പട്ടാമ്പിക്കാർക്ക് ഉമ്മൻചാണ്ടിയോടുള്ള കടപ്പാട് തീർത്താൽ തീരാത്തതാണ്. പട്ടാമ്പിക്കാരുടെ ചിരകാല അഭിലാഷമായ പട്ടാമ്പി താലൂക്ക് ഉമ്മൻചാണ്ടിയുടെ ഒരു ഇച്ഛാശക്തി കൊണ്ട് മാത്രം സാധിച്ചു കിട്ടിയതാണ്. കേരളത്തിൽ ഒരു താലൂക്കിൻ്റെ ഒപ്പം 12 താലൂക്കുകൾ ആരംഭിക്കാൻ അദ്ദേഹത്തിന് പട്ടാമ്പി താലൂക്ക് പട്ടാമ്പിക്കാർക്ക് തരുന്നതിന് വേണ്ടി മാത്രം സംഘടിപ്പിക്കേണ്ടി വന്നു. ഇവിടെ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്ന മണ്ഡലമാണ് പട്ടാമ്പി, മന്ത്രിമാരുണ്ടായ മണ്ഡലമാണ് പട്ടാമ്പി. പട്ടാമ്പി താലൂക്ക് അനുവദിക്കേണ്ട റവന്യൂ വകുപ്പിൻ്റെ മന്ത്രിയായിട്ട് 5 വർഷക്കാലം പട്ടാമ്പിയിൽ നിന്ന് ജയിച്ച ഒരു MLA റവന്യൂ മന്ത്രിയായിട്ട് പോലും സാധിക്കാത്തൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം പട്ടാമ്പിക്കാർക്ക് അനുവദിച്ചു കിട്ടിയത്. ഉമ്മൻചാണ്ടി എന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവ് തുല്യതയില്ലാത്തൊരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തെ പോലെ ആത്മാർത്ഥതയും സത്യസന്ധതയും പാവങ്ങളോട് കരുണയുമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. കൊപ്പം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് A.K. മുസ്തഫ അധ്യക്ഷനായിരുന്നു. മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് E. മുസ്തഫ, DCC സെക്രട്ടറിമാരായ കമ്മുക്കുട്ടി എടത്തോൾ, AP. രാമദാസ്, TK. ഷുക്കൂർ, വിശാഖ് B. നായർ, ജയശങ്കർ കൊട്ടാരത്തിൽ, രവി സരോവരം, ബേബി ബാബു, അജയ് ഘോഷ്, A.K. ആസീസ്, MN ചന്ദ്രൻ, സതീശൻ, അമല CN, സക്കറിയ പാറമൽ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വെളിയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. കരിങ്ങനാട് കുണ്ടിൽ നടന്ന അനുസ്മരണ ചടങ്ങ്
മുൻ MLA CP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കമ്മുകുട്ടി എടത്തോൾ, രാമദാസ് മാസ്റ്റർ, നീലടി സുധാകരൻ, അഹമ്മദ് കുഞ്ഞി, ഹുസൈൻ കണ്ടേങ്കാവ്, ഇസ്മയിൽ വെളിയൂർ, VM മുസ്തഫ, MC മജീദ്, ചൈതന്യ സുധീർ, റീന, അമീർ, റിയാസ്, രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റ് സജീവ് അധ്യക്ഷനായിരുന്നു. ചരിത്രപ്രസിദ്ധമായ കീഴ്ത്തളി മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടകം 2 ശനിയാഴ്ച രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ആനയൂട്ട്, മഹാഗണപതി ഹോമം, ഗജപൂജ എന്നിവ നടത്തി. ക്ഷേത്രം പൂജാരി മുരളീകൃഷ്ണ എമ്പ്രാന്തിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത്. ക്ഷേത്രം പ്രസിഡന്റ് ചന്ദ്രൻ, സെക്രട്ടറി വാസുദേവൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ഭക്തജനങ്ങൾക്കായി പ്രഭാത ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. തളി ചേലൂർ ദേവിച്ചിറ അന്തിമഹാകാളൻകാവിലെ 11ാമത് ഔഷധക്കഞ്ഞി വിതരണം ഡോക്ടർ ശ്രീനാഥ് ഉദ്ഘാടനം ചെയ്തു. ഹരിദാസൻ, ഗോപിനാഥൻ, രാജൻ, ട്രഷറർ രാജു, മാതൃസമിതി അംഗങ്ങൾ, ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ക്ഷേത്രം മേൽശാന്തി ആദരിച്ചു. കാട്ടിൽ നിന്നും നേരിട്ട് വേരുകൾ പറിച്ച് ചേരുവകൾ ചേർത്ത് പരമ്പരാഗത രീതിയിൽ മരുന്നുകഞ്ഞി നിർമ്മിച്ചു നൽകുന്നതാണ് ഇവിടുത്തെ രീതി. എല്ലാ വർഷവും 7 ദിവസം മരുന്നുകഞ്ഞി വിതരണം നടത്തിവരാറുണ്ട്. മരുന്നുകഞ്ഞി പൗഡർ പാക്കറ്റിലാക്കി വിൽക്കുന്നതും പതിവാണ്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.